പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഏപ്രിൽ മാസം 24-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗ്ഗ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ. കർത്താവെ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. യഹോവ ഈരയായി അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. യഹോവ റാഫയായി അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. യഹോവ നിസിയായി അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. എൽ ഷദായിയായി അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. നല്ല ഇടയനായി ഞങ്ങളുടെ കൂടെയുള്ളതിന് സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ആ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. ആമേൻ. 108-ാം സങ്കീർത്തനം പറയുന്നു, ദൈവമേ, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. വീണയും കിന്നരവുമായുള്ളവേ ഉണരുവീൻ, ഞാൻ അധികാലത്തെ ഉണരും. യഹോവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യേ ഞാൻ കർത്താവിനെ പാടും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദയ ആകാശത്തിൻ്റെ മീതെ വലുതാകുന്നു, കർത്താവിൻ്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. ദൈവമേ, അങ്ങ് ആകാശത്തിന് മീതെ ഉയർന്നിരിക്കണമേ, കർത്താവിൻ്റെ മഹത്വം സർവ്വഭൂമിക്കും മീതെ തന്നെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറയാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ടും ഈ ദിവസത്തിനായിട്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കൃപയാൽ ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഒരുക്കി തന്ന ഈ സമയത്തിനായിട്ട് സ്തോത്രം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്ന ഓരോ മക്കളെയും, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പ്രത്യേകിച്ച് വയറിനകത്ത്, ഉദരത്തിനകത്തുള്ള രോഗങ്ങൾ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി വിടുവിക്കപ്പെടട്ടെ. പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ. വയറിനകത്ത് ദൈവിക അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. അതുപോലെ കർത്താവേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ, കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവേ, മനസ്സിനകത്ത് കിടക്കുന്ന ഭയങ്കര ഭാരങ്ങൾ, അസ്വസ്ഥതകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മനസ്സിനകത്ത് സ്വസ്ഥതയുണ്ടാകട്ടെ, മനസ്സിനകത്ത് സമാധാനമുണ്ടാകട്ടെ, ദൈവകൃപയുണ്ടാകട്ടെ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകണമേ. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, രാവിലെ നടക്കുവാനുള്ള സഭായോഗം അനുഗ്രഹപൂർണ്ണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയിൽ എല്ലാവരെയും പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ സഭായോഗം ആരംഭിക്കും. എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും, കഴിവുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായൊരു ഭാഗമാണ്. അവിടെ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് കാണാതറിയാവുന്നൊരു വാക്യമായതുകൊണ്ടും കൂടുതൽ നമ്മൾ പലപ്പോഴും ഈ വാക്കിനെ ആധാരമാക്കി പല സന്ദേശങ്ങൾ കേൾക്കുന്നത് കൊണ്ടും നമ്മൾ അതിനെ ഒരു സാധാരണ രീതിയിൽ ചിന്തിക്കാതെ വ്യത്യസ്തമായിട്ട് നമുക്ക് ചിന്തിക്കാം. അവിടെ പറയുന്ന ഓരോ വാക്കുകളും നമുക്ക് ചിന്തിക്കാം. അവിടെ പറയുന്നു, ഇപ്പോൾ ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ ഓൾ തിങ്സ്, എല്ലാം, ഏതെങ്കിലും കുറച്ച് കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ മാത്രമല്ല. അവിടെ പറയുന്നത് എല്ലാ വേദനകളും, എല്ലാ താമസങ്ങളും, എല്ലാ തിരസ്കരണങ്ങളും, എല്ലാ നഷ്ടങ്ങളും, എല്ലാ തരത്തിലുള്ള കൈവിടലുകളും എല്ലാം എന്തായി മാറും? നന്മയ്ക്കായിട്ട് മാറും. എന്നിട്ട് പറയുന്നത് വർക്ക് ടുഗദർ, നമുക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. വർക്ക് ടുഗദർ എന്ന് എഴുതിയിരിക്കുന്നത്. അതിന് പറയുന്നത്, അതായത് ഒരു 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 ഇൻഗ്രീഡിയൻ്റ് ആയിട്ട്, അതായത്
ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യക്തിപരമായി നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ അതിനെ ഒരു കറി ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻ്റ് എടുത്താൽ ഒരു പക്ഷേ അത് പുളിയായിരിക്കാം, ഉപ്പായിരിക്കാം, എരിവായിരിക്കാം. പക്ഷേ അത് മറ്റെല്ലാത്തിൻ്റെ കൂടെ മിക്സ് ആകുമ്പോൾ, അതാണ് പറയുന്നത് വർക്ക് ടുഗദർ, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഏറ്റവും മനോഹരമായ ഒരു സാധനമായി വരുന്നത് പോലെ. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഗോതമ്പൊടി തന്നെ ഇരുന്നാൽ അത് തന്നെ തിന്നാൻ പറ്റുമോ? ഇല്ല. അതിന് ഉപ്പ് തന്നെയാണെങ്കിൽ തിന്നാൻ പറ്റുമോ? ഇല്ല. എണ്ണ തന്നെ വെച്ചാൽ അത് പ്രയോജനമുണ്ടോ? ഇല്ല. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലും ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇതുപോലെ ഇത് ജീവിതത്തിലെ ഓരോ വിഷയങ്ങളും അപ്പം ചിലത് നമുക്ക് മധുരമായിട്ട് തോന്നും, ചിലത് നമുക്ക് കയ്പായിട്ട് തോന്നും, ചിലത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ ഇത് എല്ലാം കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ അതെന്തായി മാറും? ഫോർ ഗുഡ്, നന്മയ്ക്കായി. താൽക്കാലികമായ ഒരു ആശ്വാസമായിട്ടല്ല, പക്ഷേ ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പർപ്പസിലേക്ക്, മെച്യൂരിറ്റിയിലേക്ക്, ദൈവിക പ്ലാനിലേക്ക് കൊണ്ടുപോകുമെന്നാണ് വേദോസ്തവം പറയുന്നത്. ആകെ ഉണ്ട് കണ്ടീഷൻ എന്താ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. ആൻഡ് കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. എന്തോ ഇതിൻ്റെ അർത്ഥം? അപ്പം ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യങ്ങളും നഷ്ടമല്ല, സമയം നഷ്ടമോ അല്ലെങ്കിൽ കാലതാമസമോ ഒന്നുമല്ല. എല്ലാ അനുഭവങ്ങളും ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമായി, ഒരു ദൈവിക പ്ലാൻ പുറത്തു വരുവാൻ കാരണമായി തീരും. അതാണ് പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും, ഏത് തിക്തമായ അനുഭവങ്ങളിലൂടെ പോകുമ്പോഴും നമ്മൾ ഓർത്തോണം, ഒന്നും തിന്മയ്ക്കായി വരത്തില്ല, എല്ലാം നന്മയ്ക്കായി മാത്രം വരും. ഒന്നും നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ദൈവം നഷ്ടമാക്കി കളയത്തില്ല. എല്ലാം എന്തു ചെയ്യും? അവൻ്റെ പദ്ധതിക്കായിട്ട് അവൻ വേർതിരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇപ്പം നമ്മൾ ജോസഫിൻ്റെ ജീവിതം നോക്കിയാൽ, അവൻ ജീവിതത്തിൽ സഹോദരങ്ങളാൽ തള്ളപ്പെട്ടു, അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടു, തെറ്റായ ആക്ഷേപം തൻ്റെ പേരിലുണ്ടായി, താൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. പക്ഷേ ഇതെല്ലാം എന്തായി? അവസാനം എല്ലാം നന്മയ്ക്കായി തീർന്നുവെന്ന് ജോസഫ് തന്നെ സാക്ഷ്യം പറഞ്ഞു. നമ്മൾ ഇയ്യോബിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലോ, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കുടുംബം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, അസാധാരണമായ കഠിനമായ അനുഭവങ്ങളിലൂടെ പോയി. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? അതിനെ തൻ്റെ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെടുത്തി കൊടുത്തു. നമ്മൾ യേശുവിലേക്ക് നോക്കുമ്പോഴോ, യേശുവിൻ്റെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. യേശുവും തള്ളപ്പെട്ടു, റിജക്റ്റഡായി, കഷ്ടം അനുഭവിച്ചു, മരിച്ചു. പക്ഷേ ആ മരണം അല്ലെങ്കിൽ ക്രൂശ് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു, മാനവരാശിയുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. പക്ഷേ ഇന്ന് നമുക്കറിയാം, ആ ശത്രു തിന്മയായി വിചാരിച്ചു, അത് ദൈവം എന്താക്കി തീർത്തു? അത് വലിയ മാനവരാശിയുടെ നന്മയ്ക്ക് കാരണമാക്കി തീർത്തു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവചനത്തെ വിശ്വസിക്കുക. ദൈവം നിശ്ചയമായിട്ടും കർത്താവിൽ ട്രസ്റ്റ് ചെയ്യുക, കർത്താവിൻ്റെ വചനത്തിൽ ട്രസ്റ്റ് ചെയ്യുക. അത് കർത്താവിൻ്റെ പദ്ധതി പ്രകാരം കർത്താവ് നമ്മളെ ആക്കി തീർക്കും. നമ്മളായിട്ട് അതിനെ വ്യാഖ്യാനിക്കാനോ കമ്പയർ ചെയ്യാനോ ഒന്നും പോകണ്ട. കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ദൈവിക പദ്ധതിക്കായിട്ട് കാത്തിരിക്കുക. ദൈവവചനത്തിൽ വിശ്വസിച്ചിരിക്കുക. അപ്പോൾ അതിനിടയിൽ നമ്മുടെ മനസ്സിൽ വരുന്ന നിരാശകളെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? തള്ളിക്കളയണം. എന്നിട്ട് യേശു ക്രിസ്തുവിൽ പ്രഖ്യാപിക്കണം, ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും, ഇത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് നന്മയായി തീരും. കർത്താവ് നിങ്ങളെ ഈ വചനത്തിനാൽ ഇന്ന് പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കിത് അനുഗ്രഹമായി എങ്കിൽ നിങ്ങൾക്കറിയാം, ആരെങ്കിലുമൊക്കെ വിഷമത്തിലൂടെ കടന്നു പോകുന്നവർ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ, ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കണ്ണി നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ഹല്ലേലൂയ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.